പെരിയാർ ടൈഗർ റിസർവിൽ കൊടുംകാടിനുള്ളിലാണ് ശബരിമല സന്നിധാനം സ്ഥിതി ചെയ്യുന്നത്. സീസൺ തുടങ്ങിയാൽ പല മൃഗങ്ങളും ഉൾക്കാട്ടിലേക്ക് വലിയുന്നതാണ് ഇവിടുത്തെ പതിവ് കാഴ്ച. സ്ഥിരമായി കാണുന്ന നിരവധി മൃഗങ്ങളുണ്ടെങ്കിലും അവയിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരു കൂട്ടം ഇത്തവണ പൂങ്കാവനത്തിൽ ഉണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് മരക്കൂട്ടത്ത് നിന്ന് സന്നിധാനത്തേക്കുള്ള പാതയിലാണ്. സാധാരണഗതിയിൽ ഇവിടെ കാണാത്തൊരു കാഴ്ച കണ്ടു. അത് നിങ്ങളെ കൂടി കാണിച്ചു തരാമെന്ന് കരുതി. മറ്റൊന്നുമല്ല, സിംഹവാലൻ കുരങ്ങുകൾ. സീസൺ സമയത്ത് സാധാരണഗതിയിൽ ഈ സിംഹവാലൻ കുരങ്ങുകളെ ഇവിടെ ഇങ്ങനെ കൂട്ടമായി കാണാറില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു അപൂർവത. ഇവിടെ ഒറ്റയ്ക്ക് ഷിബു എന്നൊക്കെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വിളിക്കുന്ന ഒരു സിംഹവാലൻ കുരങ്ങുണ്ടായിരുന്നു. ഇത്തവണ അതങ്ങനെ കാര്യമായിട്ട് പുറത്തിറങ്ങി വന്നിട്ടില്ല. ഇത് ഇങ്ങനെ കൂട്ടമായി മനുഷ്യരോട് ഇത്ര അടുത്ത് ഇടപഴകിക്കൊണ്ട് ഇവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. സാധാരണ കേരളത്തിൽ സൈലന്റ് വാലിയിലും ഒപ്പം തന്നെ നെല്ലിയാമ്പതിയിലുമൊക്കെ വളരെ കാര്യമായി ഇതിൻ്റെ കൂട്ടങ്ങളെ കാണാറുണ്ട്. പക്ഷേ അതൊക്കെ ഉയർന്ന മരങ്ങളിലായിരിക്കും സാധാരണ ഇവയെ കാണാറില്ല. ഇവിടെ നിലത്തിറങ്ങുന്നത് പോലും ഇതിന് അത്രയധികം ഭയവും ഒക്കെയുള്ള ഒരു മൃഗം എന്ന നിലയിലാണ് അറിയപ്പെടുന്നത്. പക്ഷേ ഇവിടെ നിലത്ത് പോലും ഈ സിംഹവാലൻ കുരങ്ങുകൾ ഇറങ്ങി കാണുന്നുണ്ട്. ശബരിമലയിൽ വന്നിട്ടുള്ള പലർക്കും ഒരുപക്ഷെ ഈ വഴിയിൽ തന്നെ, ഈ പാതയിൽ തന്നെ പലപ്പോഴും കുരങ്ങുകളെ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അതൊക്കെ സിംഹവാലൻ കുരങ്ങല്ലേ എന്ന സംശയം തോന്നിയിട്ടുണ്ടാകും. സിംഹവാലൻ കുരങ്ങും കരിങ്കുരങ്ങും ഈ രണ്ടെണ്ണം സാധാരണഗതിയിൽ ഇവിടെ കാണാറുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ ദൃശ്യത്തിൽ കാണുന്നത് കരിങ്കുരങ്ങുകളാണ്. അതായത് ഇത് തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. കരിങ്കുരങ്ങുകൾക്ക് നല്ല നീളമുള്ള വാലായിരിക്കും ഉണ്ടാകുക. അതേസമയം സിംഹവാലൻ കുരങ്ങിന് വാലിന് നീളം തീരെ കുറവായിരിക്കും. മാത്രമല്ല, ഇതിൻ്റെ മുഖത്ത് നോക്കിയാൽ തന്നെ സിംഹവാലിന് കുറച്ചുകൂടി ഈ രോമങ്ങൾ കൂടുതലായി മുഖത്ത് പ്രദേശത്തെ ഇരുവശത്തേക്കും കാര്യമായി നിൽക്കുന്നതാണ്. അങ്ങനെ സാധാരണഗതിയിൽ സ്ഥിരം ഇവിടെ കാണാറുള്ളത് ഈ കരിങ്കുരങ്ങുകളാണ്. സിംഹവാലനെ ഇങ്ങനെ കൂട്ടമായി ഇവിടെ കാണുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതല്ലാതുള്ള സമയത്ത് ഉണ്ടാവാറുണ്ട്. ഭക്ഷണം തേടിയാണ് പലപ്പോഴും ഇത്തരം കുരങ്ങുകൾ ഇവരുടെ ടെറിട്ടറി മാറി പല സ്ഥലത്തേക്ക് മാറി മാറി സഞ്ചരിച്ചെത്താറുള്ളത് എന്നുള്ളതാണ്. അതെ, ഭക്ഷണം തേടി തന്നെയാണ് ഈ മൃഗങ്ങൾ എല്ലാവരും ഇവിടെ എത്താറുള്ളത്, ഈ പാതയിലും എത്താറുള്ളത്. പക്ഷെ അത് അവർ സാധാരണ നിലയിൽ കണ്ടെത്തുന്നത് പോലെ കാട്ടിൽ നിന്നുള്ള ഭക്ഷണമല്ല. മനുഷ്യർ ഉപേക്ഷിക്കുന്ന ഭക്ഷണ അവശിഷ്ടങ്ങളാണ് പലപ്പോഴും ഇവിടെ അവർക്ക് ഭക്ഷണമായി മാറുന്നത് എന്നുള്ളതാണ് നമ്മൾ നേരിട്ട് കാണുന്ന കാഴ്ച. ചിലർ നേരിട്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഇവിടെ വഴികളിലെല്ലാം വനംവകുപ്പ് എഴുതി വെച്ചിട്ടുണ്ട്, അവർക്ക് ഭക്ഷണം നൽകാൻ പാടില്ല എന്ന് കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം ഒരുപക്ഷെ ഈ ഭക്ഷണം, പുറത്തുനിന്നുള്ള ഭക്ഷണം അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. രണ്ട്, അവർക്ക് ഭക്ഷണം തേടാനുള്ള ശീലം അവർക്ക് നഷ്ടപ്പെട്ടേക്കാം. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ചില സമയത്ത് ഈ വന്യജീവികൾ തന്നെ മനുഷ്യരെ ആക്രമിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. അത് നേരിട്ട് ഭക്ഷണം കൊടുക്കരുത് എന്ന് മാത്രമല്ല, ഭക്ഷണം ഈ സന്നിധാനത്ത് ഉപേക്ഷിക്കുകയും ചെയ്യരുത്. ഈ പൂങ്കാവനം, അയ്യപ്പൻ്റെ പൂങ്കാവനം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കൂടി ഇവിടെ എത്തുന്ന ഓരോ ഭക്തർക്കുമുണ്ട്. അത് കേവലം കാട് മാത്രമല്ല, വന്യജീവികളെ അവർക്ക് സംരക്ഷിക്കാൻ വേണ്ടി എന്ന നിലയിലായിരിക്കാം ഭക്ഷണം കൊടുക്കുന്നത്. പക്ഷെ അത് ചിലപ്പോഴൊക്കെ അത് ഉദ്ദേശിച്ച അർത്ഥത്തിലായിരിക്കില്ല നടപ്പാകുക എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ക്യാമറമാൻ KP ധനേഷിനൊപ്പം G ശ്രീജിത്ത്, News 18 സന്നിധാനം.